ഇസ, കോഫി. കോഫി ദാ ഇവിടെ ഇരിക്കുന്നു, ഒന്ന് വന്ന് എടുക്ക്. ഈ ആരും എഴുന്നേറ്റില്ല ഇതുവരെ? അറിയില്ല, എഴുന്നേക്കുന്ന ടൈം കഴിഞ്ഞു. നിങ്ങളൊന്ന് പോയി നോക്ക്. നീ എന്നാ വാ, നമുക്ക് പോയി നോക്കാം. എന്താ മോനെ മുഖമല്ലാതിരിക്കുന്നേ? ഒരു സ്വപ്നം കണ്ടതാ. ആരെ ഈ വാസു? ഞാനും അവരും തമ്മിലുള്ള ബന്ധം എന്താ? നീ ഇപ്പൊ ഒന്നും ആലോചിക്കണ്ട, നിനക്കെല്ലാം പിന്നെ മനസ്സിലാവും. തൽക്കാലം നീ ഇത് മാത്രം അറിഞ്ഞാൽ മതി. നീ ഒരു പുനർജന്മമാണ്. കഴിഞ്ഞ ജന്മത്തിൽ ഒരുപാട് ആഗ്രഹങ്ങൾ മാറ്റി നിർത്തിപ്പോയ ഒരുവന്റെ പുനർജന്മം. മോനെ, നിനക്കെല്ലാം പിന്നെ മനസ്സിലാവും. നീ പോയി ഫ്രഷ് ആയി വാ. ഇസ, നീ താഴേക്ക് നടന്നോ, ഞാനൊരു കോൾ ചെയ്തിട്ട് വരാം. അവൾ ആരായിരിക്കും? ആ കണ്ണ്! ഓ, ഈ പെണ്ണ് എന്തിനാണാവോ എൻ്റെ മുമ്പിൽ തന്നെ വന്നേ? 1 2 3 4 1 2 3 4 5 6 7 8 5 6 7 8 let them know we on the way counting zero. എന്താണ് ചേട്ടാ ഈ ഒരു ചിരിയൊക്കെ? എന്ത്? നീ ഒന്ന് പോയേ. മമ്മ, എനിക്ക് തോന്നുന്നു ഇച്ച നിങ്ങൾക്കൊരു മരുമകളെ കണ്ടുപിടിച്ചെന്ന്. ആണോ യാരി? അത് മമ്മ ഉറപ്പിച്ചിട്ടൊന്നുമില്ല, ജസ്റ്റ് കണ്ടു, അത്രേ ഉള്ളൂ. അങ്ങനെ വരട്ടെ, ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് വെറുതെ ഇട്ട് പറഞ്ഞതാ. അപ്പൊ അത് ശരിയായി. ട്രിപ്പ് പോയപ്പോ കിട്ടിയതായിരിക്കുമല്ലേ? ആ, അതെ. ഇനി ആ റിയ എങ്ങാനും ആയിരിക്കോ? ജയാരി, ആ റിയ എങ്ങാനും ആന്നേല് നിന്റെ മുട്ടുകാലി ഞാൻ തല്ലി ഓടിക്കും. എൻ്റെ മമ്മ റിയൊന്നും അല്ല, റിയ എൻ്റെ ഫ്രണ്ടാണ്. അല്ലേ ഇസ, നമ്മൾ ഇവന് വേണ്ടി കണ്ടുവച്ചിരിക്കുന്ന കൊച്ചു. നമുക്ക് ഇവന്റെ സന്തോഷമല്ലേ വെറുതെ. എന്തായാലും നമുക്ക് നോക്കാം. അല്ലേലും ചേരേണ്ടതല്ലേ ചേരൂ. പിന്നെ നമ്മുടെ വനവാസം അവസാനിച്ചു. എന്ത് വനവാസോ? അതെ, നമുക്ക് നാട്ടിലേക്ക് പോവാം. രാമനും സീതയും കാണേണ്ട സമയമായി. ആണോ? എന്നാ ഞാൻ മോളോട് പറയട്ടെ, അവർക്ക് സന്തോഷാവും. അവളോട് പറയാം. ജൂണ് വിളിച്ചിരുന്നു, ഈ ആര്യവാസുവിന്റെ പേര് പറഞ്ഞു എന്ന്. എന്താണ് ഞാനില്ലാത്തൊരു സംസാരം? நெருங்காத விலகாத உன் பக்கம் இருந்தால் கெட்டுப்போவேன், தள்ளி இருந்தால் நல்லவனாவேனே. உன் புன்னகை என்னை கொய்வது பொய்யாமை, என்னை மென்மை செய்வது மெய்யா. ஆராத்யா என் ஆராத்யா, என் இதய துணைவியே ஆராத்யா. നീയില്ലാതെ എന്ത്? ഒന്നുമില്ല. നീ നിന്റെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തോ, നമുക്ക് നാട്ടിലേക്ക് പോവാം. ശരിക്കും നമ്മൾ നാട്ടിലേക്ക് പോവാണോ? അതെ, ശരിക്കും പോവാം. നിനക്കവിടെ ഒരു ഡാൻസ് അക്കാഡമിയിൽ അഡ്മിഷനും എടുത്തിട്ടുണ്ട്. എന്താ പോരെ? ഓ, സന്തോഷം. അന്തരീക്ഷമൊക്കെ കൊള്ളാം, ബട്ട് എനിക്ക് ഇവിടെ ആരും പരിചയമില്ലല്ലോ. നോക്കാം. ഹായ്, ഐ ആം വേദ. റിതി. ന്യൂ അഡ്മിഷൻ ആണല്ലേ? ഞാൻ വന്നിട്ട് 3 വീക്കായി, അതാ ചോദിച്ചേ. ആണോ? ഇവിടെ എങ്ങനെ റാഗിംഗ് ഒക്കെ ഉണ്ടോ? ഏയ് ഇല്ല, പക്ഷെ സീനിയർ ചേച്ചിമാരൊക്കെ ചെറിയ രീതിയിൽ റാഗിംഗ് ഒക്കെ ചെയ്യാറുണ്ട്. ഹോസ്റ്റലിലാണോ? ഏയ് അല്ല, ഇവിടെ അടുത്തൊരു ഫ്ലാറ്റ് ഉണ്ട്. രക്ഷപ്പെട്ടല്ലോ, സീനിയേഴ്സിന് സഹിക്കണ്ട. നിങ്ങളിന്ന് വന്നേ. എന്താ ചേച്ചി ഇവരേതാ? ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. ന്യൂ അഡ്മിഷനാണ്. അതിന് അഡ്മിഷൻ ക്ലോസ് ആക്കിയിട്ട് 1 വീക്കായാലോ. അപ്പൊ കൊമ്പത്ത് പിടിയുള്ള ആളാണ്. ഒരു കാര്യം പറഞ്ഞേക്കാം, ഇവിടെ സീനിയേഴ്സായിട്ട് ഒരുപാട് ആൺകുട്ടികളുണ്ട്. അവരോട് സംസാരിക്കാൻ നിൽക്കരുത്. പറഞ്ഞത് കേട്ടല്ലോ? ആ കേട്ടു, ബാക്കിയൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തോളാം. റിതി വാ. ഇതെന്താ ഇങ്ങനെ? നമ്മുടെ ആരോട് സംസാരിക്കണം സംസാരിക്കേണ്ടെന്ന് തീരുമാനിക്കുന്നത് നമ്മളല്ലേ? ഈ ഒരെണ്ണത്തിനെ അല്ലേ നീ കണ്ടുള്ളൂ. ഇനിയുണ്ട് സാധനങ്ങൾ, നിനക്കെല്ലാം പയ്യെ മനസ്സിലാവും. അതങ്ങനെ എല്ലാം യാരിയുടെ പുറകെ. ഇഷു, റിച്ചു, ഇതെന്താ ഇവിടെ? അത് ശരി, ഞാനിവിടെയാ പഠിക്കുന്നത്. ആണോ? എന്നിട്ട് പപ്പ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. ഒരു സർപ്രൈസ് തരാന്ന് വിചാരിച്ചു. ഓ, അപ്പ എല്ലാരും അറിഞ്ഞോണ്ടാണ്. അതേലോ, ഞാൻ നിന്നെ വിളിക്കാം. ഇപ്പൊ കുറച്ച് തിരക്കുണ്ട്. ഹന്നെ, നീ ഇത് കണ്ടോ? ഞാൻ അവളോട് പറഞ്ഞതാ സീനിയേഴ്സിനോട് സംസാരിക്കരുതെന്ന്. എന്നിട്ട് അവള് അത് തന്നെ ചെയ്തിരിക്കുന്നു. നീ അവളെ ഇങ്ങോട്ട് വിളിക്ക്, ഞാൻ പറയേണ്ട രീതിക്ക് തന്നെ പറയാം. എന്തിനാ വിളിച്ചേ? നിന്നോട് സീനിയേഴ്സിനോട് സംസാരിക്കരുതെന്ന് പറഞ്ഞതല്ലേ, പിന്നെ നീ എന്തിനാ റിസ്വാനോട് സംസാരിച്ചത്?
എനിക്കൊക്കെ നേരത്തെ അറിയാവുന്നത് കൊണ്ട്. ഓ, അങ്ങനെയാണോ കാര്യങ്ങൾ? അതത്രയ്ക്ക് വിശ്വാസമല്ലല്ലോ മോളെ. എന്നാ നിങ്ങൾ വിശ്വസിക്കണ്ട. സ്പെഷ്യൽ റെക്കമെൻഡേഷൻ വഴി വന്നതെന്ന് പറഞ്ഞ് ഇത്ര അഹങ്കാരമൊന്നും വേണ്ട. എന്തായാലും എനിക്ക് നിങ്ങളുടെ അത്രയും അഹങ്കാരമൊന്നുമില്ല. കൂടുതൽ ഷോ ഇറക്കല്ലേ മോളെ. നീ ഇനി അവനോട് സംസാരിക്കുന്നത് കണ്ട അപ്പോൾ അറിയാമല്ല. ഞാൻ എനിക്ക് ഇഷ്ടമുള്ളവരോട് സംസാരിക്കും. അത് നിങ്ങളെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല. പിന്നെ റിസ്വാൻ എൻ്റെ ബ്രദറാണ്. ഇപ്പം ബ്രദർ എന്നൊക്കെ പറയും, കുറച്ച് ഡേയ്സ് കഴിയുമ്പോൾ അറിയാം യഥാർത്ഥ സ്വഭാവം. അന്നേരം ഏതെങ്കിലും റൂമിൽ നിന്ന് കിട്ടുമ്പോൾ ഇത് തന്നെ പറയണം. ദേ, സൂക്ഷിച്ച് സംസാരിക്കണം. ഇല്ലെങ്കിൽ ഈ റിതി ആരാണെന്ന് നിങ്ങൾ അറിയും. നീ എന്താ എന്നെ പേടിപ്പിക്കുകയാണോ? എന്താ നീ എന്നെ തല്ലൂ? വേണ്ടി വന്നാൽ തല്ലും. എന്നാ നീ ഒന്ന് തല്ലി നോക്ക്. നീ എന്നെ തല്ലിയല്ലേ, നിനക്ക് ഞാൻ കാണിച്ചു തരാം. അതെന്തായാലും നന്നായി, ഒരെണ്ണാവശ്യമായിരുന്നു. എടയാരി, നിങ്ങൾ അറിഞ്ഞോ ഇവന്റെ പുറകെ നടക്കുന്ന ആ ഹന്നയില്ലേ, അവക്കിട്ട് ഒരു ജൂനിയർ കോച്ച് അടിച്ച്. എന്തിന്? അതറിയില്ല, ഞാൻ വരുന്ന വഴി കണ്ടതാ. അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. ഇത് ചോദിക്കണം യാരി. സീനിയേഴ്സിനെ അടിച്ചിട്ട് അവളിവിടെ നിൽക്കണ്ട. നിനക്കെന്താ വേറെ പണിയൊന്നുമില്ലേ? അല്ലെങ്കിലും അവക്കൊരെണ്ണം വേണ്ടതായിരുന്നു. എങ്കിലും ചോദിക്കണം. ഹന്നയോട് സ്നേഹമുള്ളതൊന്നും കൊണ്ടല്ല. ദേ, ഇല്ലേ പോകുന്ന ആ കുട്ടി, ആ ബ്ലാക്ക് കളർ ഡ്രസ്. ഇത് അവളല്ലേ? विकेट के कवरों मेरी मुझ पौर्णमी चुकन के आसवरों ये नाळग ये कण्मणि कई मासों तेरी. ഈടാ വാ, ചോദിക്കാം. നീ എന്താലോചിച്ച് നിൽക്കുക? ഇന്ന് വേണ്ട, നാളെ ചോദിക്കാം. നാളെ മീറ്റിംഗ് ഉള്ളതല്ലേ, പാരൻസ് ഒക്കെ വരില്ലേ? അവർ 10 മണിയാകുമ്പോഴല്ലേ വരൂ, അതുകൊണ്ട് കുഴപ്പമില്ല. പപ്പ കറക്റ്റ് ടൈമിന് അവിടെ എത്തിയേക്കണം. അതൊക്കെ കറക്റ്റ് ടൈമിന് എത്തും. അല്ല, നീ എന്ത് ചെയ്യുന്നു നേരത്തെ? കോളേജിൽ ഒരാളെ കാണാനുണ്ട്. പറച്ചില് കേട്ടാ തോന്നും എച്ചേന്റെ ക്രഷ് ആ കോളേജിലുണ്ടെന്ന്. നീ പറഞ്ഞത് ശരിയാ, അവൾ അവിടെയുണ്ട്. ആണോടാ? ആ കുട്ടി ഇവിടെ ഉണ്ടോ? ഉണ്ട് മമ്മി, അവൾ ഇന്നലെ ജോയിൻ ചെയ്തു. ഞാൻ ഇറങ്ങുക, അവിടെ വരുമ്പോൾ കാണിച്ചു തരാം. ലിയ, അവൾ വരുന്നുണ്ട്. രണ്ടും അവിടെ നിന്നേ. എന്താ ചേച്ചി? പേരെന്താ? എന്റെയോ? അല്ല, ഈ കുട്ടിയുടെ. റിതി. ഇവനിതെന്ത് പറ്റി? യാരി, ഞാൻ ചോദിച്ചോളാം. നീ ഇന്നലെ ഹന്നെ എന്തിനാ തല്ലിയത്? അവരെന്നോട് അനാവശ്യം പറഞ്ഞത് കൊണ്ട് തല്ലിയതാ. ഓ, ആര് പറഞ്ഞാലും നീ തല്ലുവോ? വേണ്ടാത്തത് പറഞ്ഞാൽ ഞാൻ തല്ലും. എന്നാ എനിക്കൊന്ന് കാണണം. നീ ഇവന്റെ മുമ്പിൽ വെച്ച് എന്നെ ഒന്ന് തല്ലി നോക്ക്. ചേച്ചി, എന്നെ വെറുതെ ചൊറിയാൻ വരില്ലേ. എനിക്ക് ആരുടെ മുമ്പിൽ വെച്ച് തല്ലാനും ഒരു മടിയില്ല. പിന്നെ ഈ ചേട്ടൻ്റെ ധൈര്യത്തിലാണ് എന്നോട് തല്ലാൻ പറയുന്നതെങ്കിൽ ചേച്ചി ഇവിടുന്ന് പഠിച്ചെടുത്തുകൊണ്ട് പോകേണ്ടി വരും. യാരി, നീ ഇവിടെ പറയുന്ന കേൾക്കുന്നില്ലേ? നിനക്ക് വേറെ പണിയൊന്നുമില്ല റിയേ? എന്താ ഇവിടെ റാഗിംഗ് ആണോ? ഇഷു, ഇക്കു ഇക്കു എന്താ ഇവിടെ? ഞാനിവിടെ പഠിപ്പിക്കുന്നേ. നീ റിച്ചുവിനെ കണ്ടില്ലേ? കണ്ടു, പക്ഷേ റിച്ചുക്ക് ഒന്നും പറഞ്ഞില്ലല്ലോ. ആണോ? ദേവച്ചേ, നിന്റെ കരാട്ടയും കുംഫുവും ബോക്സിംഗും ഒന്നും ഇവിടെ എടുത്തേക്കല്ലേ. എനിക്ക് വയ്യ എല്ലാവരുടെയും കയ്യിൽ നിന്ന് ചീത്ത കേൾക്കാൻ. ഇവിടെയുള്ളവർ മര്യാദക്കാടിൽ അതൊന്നും വേണ്ടി വരില്ല. റിയ, ഇവള് ചില്ലറക്കാരിയല്ല. നീ എനിക്കല് ചോദിച്ച് മേടിക്കല്ലേ. കാണുന്ന നാടൻ ലുക്ക് മാത്രമേ ഉള്ളൂ അവക്ക്. മിണ്ടാതിരിക്കുന്നുണ്ടോ നീ? യാരി, നിനക്ക് ഇതാരാന്ന് മനസ്സിലായോ? ഇല്ല. ആ, എന്നാ നീ പഴി അറിഞ്ഞാ മതി. ഇഷു, അങ്കിള് വരില്ലേ? വരും. ഉമ്മുമൊക്കെ വരുമോ? വരും വരും. നീ വാ, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. യാരി, നീ കണ്ടോ? വന്നപ്പോൾ തന്നെ സാറിനെ തന്നെ വളച്ചെടുത്തു. ഇവളിനി നിന്റെ പുറകെ വരാതെ നോക്കിക്കോ. അവളെന്റെ പുറകെ വരണ്ട, ഞാൻ അവളുടെ പുറകെ പറ്റുവോള്. എന്താ? ഒന്നുമില്ല, നീ ചെല്ല്, അവിടുത്തെ കാര്യങ്ങൾ നോക്ക്. യാരി, അത് നിന്റെ ബ്രദറല്ലേ? ആ അതെ. യാരി, ഇവനിന്ന് ക്ലാസ്സില്ലായിരുന്നു. അവനിന്ന് പോയി കാണില്ല. നീ എന്താ ഇന്ന് ക്ലാസ്സിൽ പോയില്ലേ? ഇല്ല, ഇവിടെ ഒരാളെ കാണാനുണ്ടായിരുന്നു. അതാരെയാ? അതൊന്നും നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. ഇച്ഛയ എവിടെ കാണിച്ചതാ? ആരെയാ യാരി ഇവനെ കാണേണ്ടത്?
നിങ്ങളൊന്നും നിശ്ചയന്റെ പുറകിൽ നിന്ന് മാറുമോ? ഈച്ച പൊതിഞ്ഞ് നടക്കുന്ന പോലെ നടക്കുക, വേറെ പണിയൊന്നുമില്ലേ? നിച്ചു മിണ്ടാതിരിക്കെ. നിങ്ങൾ അങ്ങോട്ട് ചെല്ല്. ഇവൻ എന്താ വേണ്ടിയെന്ന് ഞാൻ നോക്കിക്കോളാം. നിച്ചു, നീ എന്തിനാ അവളോട് അങ്ങനെ പറഞ്ഞേ? എനിക്ക് അവരെ അങ്ങ് പിടിച്ചിട്ടില്ല. ഇച്ചേന്റെ എല്ലാ കാര്യങ്ങളും അവക്കറിയാവുന്ന പോലെ എനിക്ക് തോന്നിയത്. അല്ല, എവിടെ കാണിച്ചതാ? നീ അവളെ കാണാൻ വേണ്ടിയാണോ ഇങ്ങോട്ട് വന്നത്? പപ്പയും മമ്മിയും എവിടെ? അവര് പുറത്ത് രണ്ടുപേരെ കാത്തു നിൽക്കുക. അതാരാ ആ 2 പേര്? അത് വരുമ്പോ മനസ്സിലാവും. ആദ്യം എനിക്ക് കാണിച്ചതാ. നോക്കട്ടെ. ആ, ദാ അവിടെ നിൽക്കുന്നു ആ വൈറ്റ്. മുഖം കാണാൻ പറ്റുന്നില്ലല്ലോ. പിയാരി ഒന്ന് വരുമോ? സാറിന് എന്തോ പറയാനാ. ഇപ്പൊ വരാം. നിച്ചു, നീ ഇവിടെ നിൽക്ക്, ഞാൻ എന്താ നോക്കിയിട്ട് വരാം. മുഖം കാണണമെങ്കിൽ അവിടെ പോണം. പോയി നോക്കാം. ചേച്ചി. റിതി, നിന്നെ വിളിക്കുന്നേന്ന് തോന്നുന്നു. ആര്? നിച്ചു? ചേച്ചിയാണോ ചേട്ടായുടെ ക്രഷ്? നിച്ചു, എത്ര നാളായിട നിന്നെ കണ്ടിട്ട്. നീ എന്താ വരാതിരുന്നേ? ക്ലാസ് ഒക്കെ ഉള്ളതല്ലേ, അതിന്റെ തിരക്കിലായിരുന്നു. ആണോ? ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്തു. അല്ല, നീ എന്താ ഇവിടെ? അതോ, ഈ ചേച്ചി കാണാത്ത ഈ ചേച്ചിയുടെ ഹീറോ എവിടെയുണ്ട്? എന്ത്? ഇച്ച ഇവിടെ ഉണ്ടോ? ഉണ്ട്. എന്നിട്ട് എവിടെ? ഒന്ന് കാണിച്ചതാടാ. കാണിച്ചു തരാം. ഇല്ലേ നിൽക്കുന്നു. അതാണോ? എന്താ ചേച്ചി, മനസ്സിലുണ്ടായിരുന്ന മുഖം പോലെ ഉണ്ടോ? ഇല്ല, എൻ്റെ മനസ്സിലുണ്ടായിരുന്ന മുഖം അതല്ല. എങ്കിലും സാരമില്ല, ഞാൻ സ്നേഹിച്ചത് നിങ്ങൾ പറഞ്ഞ മാത്രം കേട്ടിട്ടുള്ള ആളെ. എൻ്റെ ഇച്ചയ്ക്ക് ഏത് മുഖമായാലും കുഴപ്പമില്ല. ഈ ചേച്ചിയുടെ മനസ്സിലുള്ള മുഖം എങ്ങനെയുള്ളതായിരുന്നു? അത് ദാ ഇല്ല നിൽക്കുന്ന ബ്ലാക്ക് ഷർട്ടില്ലേ, ആ ചേട്ടനെ പോലെ. ഓ, അപ്പൊ ഈ ചേച്ചി വേറെ ആരെയാണ് ഇച്ഛനായിട്ട് കണ്ടത്? എൻ്റെ ഈശോ, ഇവനെന്താ അവളുടെ അടുത്ത്? ഇവനിത് കൊള്ളാക്കും. നിച്ചു, നീ എന്താ ഇവിടെ നിൽക്കുന്നേ? വാ. ഞാൻ എൻ്റെ ഭാവി എടുത്തിയെ വിട്ട് എങ്ങോട്ടും വരുന്നില്ല. നിച്ചു, നീ മിണ്ടാതിരുന്നേ. സോറി, ഇവൻ ആളറിയാതെ. നിച്ചു, ഇത് എൻ്റെ ചേച്ചി, ഇതാണ് എൻ്റെ ഇച്ഛായ ചെയ്യാൻ ചോദിക്കും. ഇച്ഛായനെ ഇതാരാണെന്നറിയും? ഞങ്ങളുടെ എല്ലാവരുടെയും ഇഷ്യൂ. ഞങ്ങൾ ഇടയ്ക്ക് കാണാൻ പോകാറില്ലേ? സച്ചി അങ്കിളിൻ്റെ. അതെ, പിന്നെ ഇഷുവിനെ തന്നെയാണ് ഇച്ഛായന് വേണ്ടി പപ്പയും മമ്മിയും കണ്ടുപിടിച്ച പെണ്ണ്. പിന്നെ ഞങ്ങളുടെ ഇഷുക്ക് വെച്ച് ഇത്രയും വർഷം ഇച്ഛായനെ കാണാതെ പോലും ഇച്ഛായനെ സ്നേഹിക്കുമായിരുന്നു. നിച്ചു, വേണ്ടടാ. മോളെ ഇഷു, മമ്മിയുടെ മോക്ക് സുഖമല്ലേ? അതെ മമ്മ, സുഖവാ. പപ്പയും മൂസും എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ? ഒന്നുമില്ല എൻ്റെ ഇഷുക്കുട്ടി, നിന്നെ കണ്ടിട്ട് ഒരുപാടായില്ലേ, അതുകൊണ്ട് നോക്കി നിന്നതാ. എന്തായാലും നീ ഒരുപാട് മാറിപ്പോയി. മാറാതിരിക്കോ? അമ്മാതിരി തീറ്റയല്ലേ. മമ്മ, ഇത് കണ്ടോ? നീ ഒന്നും മിണ്ടാതിരുന്നേ. എന്റെ കൊച്ചു കഴിക്കുന്നേ നിനക്കെന്താ? അതെ, ഞാനിവിടെ നിൽപ്പുണ്ട്, എന്നെയും കൂടി നോക്കാം. നിന്റെ മമ്മിക്ക് ഇവളെ കണ്ട വേറെ ആരെയും വേണ്ട. ഇവിടെ തന്നെ നിൽക്കാനാണോ? അകത്തേക്ക് പോവണ്ടേ? നിങ്ങൾ അങ്ങോട്ട് നടന്നോ, എനിക്ക് ഇവളോട് കുറച്ച് സംസാരിക്കാനുണ്ട്. ആ, നടക്കട്ടെ. എന്റെ കൊച്ചിനെ ഒന്നും ചെയ്തേക്കല്ലേ. നിങ്ങളുടെ കൊച്ചിനെ ഞാൻ ഒന്നും ചെയ്യില്ല. എന്താ? അല്ല, അവൻ പറഞ്ഞതൊക്കെ സത്യമാണോ? അതെ, എനിക്ക് നിങ്ങളെ ഇഷ്ടമാ. തിരിച്ചെന്നോട് ഇഷ്ടമുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. ഇനി അല്ലെങ്കിലും എനിക്കിഷ്ടമാ. എന്നാ നമുക്കങ്ങ് കേട്ടാം. നിന്റെ അഭിപ്രായം എന്താ? എത്രയും വേഗം അതങ്ങ് നടത്താം. അവരോട് ചോദിക്കണ്ടേ? ചോദിക്കണോ? അവര് സമ്മതിച്ചില്ലെങ്കിലോ? പിന്നെ അതൊക്കെ സമ്മതിക്കാം, അവര് പറഞ്ഞതല്ലേ. നിങ്ങളിതുവരെ സംസാരിച്ചു കഴിഞ്ഞില്ലേ? എന്താണ് രണ്ടിന്റെ ഉദ്ദേശം? ഞങ്ങളൊന്ന് കെട്ടിയാലൊന്ന് ആലോചിക്കുമായിരുന്നു. എന്നാ നമുക്കതൊന്ന് നടത്താം. നിങ്ങളെന്താ ഇങ്ങനെ? മക്കൾക്ക് റിലേഷൻ ഉണ്ടെന്ന് അറിയുമ്പോൾ ഇങ്ങനെയാണോ കാണിക്കേണ്ടത്? ജസ്റ്റ് ഒന്ന് എതിർക്കണ്ടേ? എതിർത്തിട്ട് എന്തിനാ? നിങ്ങൾക്ക് ലെവിന്റെ വസുവിന്റെ അവസ്ഥ വരാനോ? ലെവിൻ? വസു, ഇവരെ വീട്ടിലേക്ക് കൊണ്ടുപോവാം. ഇത് ആ മുറിയല്ലേ? അപ്പോൾ നമ്മൾ പുനർജനിച്ചതാണോ? ഞാൻ കണ്ടതൊക്കെ. നിങ്ങൾ എഴുന്നേറ്റോ. നിങ്ങൾക്കിപ്പോ എല്ലാം മനസ്സിലായില്ലേ? നിങ്ങൾ ഒന്നിക്കാൻ വേണ്ടി ജനിച്ചതാണ്. നിങ്ങളെ ഇനി പിരിക്കാൻ ദൈവത്തിന് പോലും കഴിയില്ല. ഇവരുടെ വിവാഹം വേഗം തന്നെ നടത്താം. ഇവരൊന്നിച്ചാലേ ഈ പുനർജന്മത്തിനൊരർത്ഥമുള്ളൂ. നമുക്കെന്നാ ഒരു നല്ല ദിവസം നോക്കി അങ്ങ് നടത്താം. ഓ, അങ്ങനെയെല്ലാം കഴിഞ്ഞു. സമാധാനായി. അതെ,
മനസമാധാനത്തോടെ ഇരിക്കാം. അതെ, നിങ്ങൾ രണ്ടും ഇനി ഇവിടെ തന്നെ നിന്നാൽ മതി. വേറെ എങ്ങോട്ടും പോകേണ്ട ആവശ്യമില്ല. ഞാൻ അല്ലെങ്കിലും പോകാൻ ഉദ്ദേശിക്കുന്നില്ല. എൻ്റെ മോളെ പിരിഞ്ഞിരിക്കാൻ എനിക്ക് വയ്യ. ഹായ് ആൻറ്റി, യാരി എവിടെ? അവൻ മുറിയില്ല, ഞാൻ വിളിക്കാം. അല്ല, മോളെന്താ രാവിലെ തന്നെ? അവൻ കുറച്ച് ദിവസമായില്ലേ ആൻറ്റി ക്ലാസ്സിലേക്ക് വന്നിട്ട്. ഇന്ന് കൈയോടെ കൂട്ടിക്കൊണ്ട് പോവാന്ന് വിചാരിച്ചു. ഞാൻ പോയി വിളിച്ചോളാം അവനെ. നീയോ? നീ എന്താ ഇവിടെ? നിനക്കെന്താ യാരുടെ മുറിയിൽ കാര്യം? അത് ചോദിക്കാൻ നീ ആരാ? ഞാൻ യാരിയുടെ ഫ്രണ്ടാണ്. വൈകാതെ തന്നെ വേറെ ആരെങ്കിലുമൊക്കെ ആവുകയും ചെയ്യും. വലിഞ്ഞു കയറി വന്ന നിന്നോട് ഞാനെന്തിനാ ഇതൊക്കെ പറയുന്നേ? നീ ഈ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാം. ഈ റൂമിൽ നിന്നെ പോലുള്ളവർ കയറുന്നത് എനിക്കിഷ്ടമല്ല. അതിന് നിന്റെ ഇഷ്ടയോട് ആര് ചോദിച്ചു? ഇതൊക്കെ പറയാൻ നിനക്കൊരവകാശവും ഇല്ല. നീ വെറും ഫ്രണ്ട് മാത്രമല്ലേ. ഞാൻ നിനക്ക് കാണിച്ചു തരാം വെറും ഫ്രണ്ട് മാത്രമാണോ എന്ന്. അല്ലേലും എന്നേക്കാൾ അവകാശം അവനിൽ ആർക്കുമില്ല. റിയ, നീ പോകുന്നു? കുറച്ചു നേരമായി. അല്ല യാരി, ഇവളെന്താ ഇവിടെ? അതും നിന്റെ റൂമിൽ? ഈ റൂമിൽ ഞാൻ നിൽക്കുന്നുണ്ടെങ്കിൽ അതെനിക്ക് അവകാശമുള്ളതുകൊണ്ട്. യാരി, നീ ഇവളോട് ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ പറ. ആരും നിന്നോട് അടുക്കുന്നത് എനിക്കിഷ്ടമല്ല. നിന്റെ ഇഷ്ടയോട് ആർക്കും വേണ്ട. നീ മിണ്ടാതെ ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ നോക്ക്. എൻ്റെ യാരിയെ വളക്കാൻ വന്നേക്കുക. ഞാൻ നിന്നെ പോലെയല്ല. ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലാണ്, അല്ലാതെ നിന്റെ വീട്ടിലല്ല. ഭർത്താവോ? അതെ, ഇവളെൻ്റെ ഭാര്യയാണ്. റിയ, നീ വെറുതെ പ്രശ്നം ഉണ്ടാക്കാതെ പോ. ഞങ്ങൾ 2 ദിവസം കൂടി കഴിഞ്ഞ ക്ലാസ്സിലേക്ക് വരുന്നുള്ളൂ. നീ എന്നെ ചതിച്ചല്ലേ? നിങ്ങളൊരുമിച്ച് വാരില്ല. എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. നീ എന്താ അറിയാ എന്നെ കാണാമെന്ന് പറഞ്ഞത്? നിനക്ക് യാരിയെ വേണോ? വേണം. അവനെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ നിന്നെ സഹായിക്കാം. പക്ഷേ അവൻ്റെ സേവിങ്സ്, അതായത് അവൻ്റെ പേരിലുള്ളതൊക്കെ എനിക്ക് വേണം. എനിക്ക് അവന് മാത്രം മതി. അതിന് നിനക്ക് ഞാൻ എന്ത് സഹായം വേണേലും ചെയ്തു തരും. അതിനാദ്യം തന്നെ ആ രതിയെ ഇല്ലാതാക്കണം. അതെന്തിനാ? ഇപ്പോൾ രതി അവൻ്റെ ഭാര്യയാണ്. അവളില്ലാതായാൽ നിനക്കവനെ കിട്ടും. അവളെന്ത് ചെയ്യാനാ പ്ലാൻ? എനിക്കവനെ വേണം. അതുകൊണ്ട് ഞാൻ നിൻ്റെ കൂടെ നിൽക്കാം. നിങ്ങൾ എന്ത് ചെയ്യാനാ പോകുന്നത്? ഇതൊക്കെ തെറ്റാണ്. നിന്നോട് കൂടെ നിൽക്കാൻ ആരും പറഞ്ഞില്ല. നീ പൊയ്ക്കോ, എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്. അത് കഴിഞ്ഞ് ഞാൻ വന്നേക്കാം. എന്നിട്ട് നമുക്ക് കറങ്ങാൻ പോവാം. വേഗം വരണേ. ഞാൻ വേഗം വരാം. പിന്നെ നമുക്ക് റിയയെ കണ്ടൊന്ന് സംസാരിക്കാം. അവളുടെ തെറ്റിദ്ധാരണ ഒന്ന് മാറ്റിയെടുക്കണം. അതെന്തായാലും നല്ല തീരുമാനമാണ്. എന്നാ ഞാൻ പോട്ടെ. ഹലോ ഇഷു. ഹലോ, ഇത് VK ഹോസ്പിറ്റലിൽ നിന്നാണ്. ഈ ഫോണിൻ്റെ ഉടമയെ ഇപ്പോൾ ഒരു ആക്സിഡന്റ് പറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. ലാസ്റ്റ് നമ്പർ കണ്ട് വിളിച്ചതാ. വേഗം ഇങ്ങോട്ട് വരണം, ക്രിറ്റിക്കലാണ്. എൻ്റെ ഇഷു. എന്താ യാരി, എന്താ പ്രശ്നം? അത് ഇഷു, അവക്കൊരു ആക്സിഡൻറ്റ്, ക്രിട്ടിക്കലാണെന്നാ പറയുന്നത്. നീ പേടിക്കാതെ, കുഴപ്പമൊന്നും കാണില്ല. നീ വാ, ഞാനും വരാം. എടാ, ഞങ്ങൾ ജീവിച്ച് തുടങ്ങിയതേ ഉള്ളൂ. ഇനി ഈ ജന്മത്തിൽ പിരിയാനാണോ? നീ എന്തൊക്കെയാടാ ഈ പറയുന്നേ? നീ വന്നേ. പിന്നെ എനിക്ക് നിങ്ങളൊരു കാര്യം പറയാനുണ്ട്. അതൊക്കെ പിന്നെ പറയാം. എനിക്കാദ്യം അവിടെ എത്തണം. എൻ്റെ പെണ്ണ്. എടാ, അതിപ്പോൾ പറഞ്ഞാലേ പറ്റൂ. ഈ ആക്സിഡൻ്റ് ഉണ്ടാക്കിയത് റിയയും ഹന്നയാണ്. എന്താ? അത് നിനക്ക് എങ്ങനെ അറിയാം? അവർ പറഞ്ഞത് ഞാൻ കേട്ടത് കൊണ്ട്. വാ, സമയം പോകുന്നു. ബാക്കിയൊക്കെ പിന്നെ. യാരി, എൻ്റെ മോക്കെന്താ? എനിക്കൊന്നും അറിയില്ല. വിധി വീണ്ടും ഞങ്ങളെ അകറ്റുവാണോ? മോനെ, അങ്ങനൊന്നും ഉണ്ടാകത്തില്ല. നീ വാ. എന്താ സാർ, പറഞ്ഞോളൂ. ഇവിടുന്ന് വിളിച്ചിരുന്നു. ആക്സിഡൻറ്റ്. റിതി ഇവിടെ ആക്സിഡന്റ് വെച്ച് വന്നിട്ടുണ്ടോ? സാർ ഒന്ന് വെയിറ്റ് ചെയ്യണേ, ഞങ്ങൾ നോക്കട്ടെ. സാർ, 2nd floor, ലെഫ്റ്റ് സൈഡ്, 3rd room. ഓക്കെ, താങ്ക് യു. ആരാ? റിതിയുടെ ഹസ്ബൻഡാണ്. ഓക്കെ, വരൂ. ഇഷു, നിനക്കെന്താ പറ്റിയേ? എനിക്കൊന്നും പറ്റിയില്ല. ഞാനെത്ര പേടിച്ചു എന്നറിയും. ഇവരെ വിളിച്ച് പറഞ്ഞു നിനക്ക് ആക്സിഡൻറ്റ്. എന്നെ കൊണ്ട് പറ്റുന്നില്ല ഇഷു. എന്താ നോക്ക്, കരയില്ലേ? എനിക്കൊന്നും പറ്റിയിട്ടില്ല. പിന്നെ അവരെന്തിനാ അങ്ങനെ പറഞ്ഞത്? പിന്നെ നീ എന്തിനാ ഇവിടെ കിടക്കുന്നത്? സാർ, അത് ഫോൺ ആക്സിഡന്റ് പറ്റിയ സ്ഥലത്ത് നിന്ന് കിട്ടിയോണ്ടായിരിക്കും. ബാക്കിയൊക്കെ ഡോക്ടർ വന്നിട്ട് പറയും. മോളെ, എന്തുണ്ടായത്? നീ എങ്ങനെ ഇവിടെ? അത് ഞാൻ ഐസ്ക്രീം കണ്ടിറങ്ങിയപ്പോൾ ആരോ മനഃപൂർവ്വം വണ്ടി കൊണ്ടുവന്ന് ഇടിച്ചു. ഫോൺ വണ്ടിയിലായിരുന്നു. ഞാൻ ഇറങ്ങിയോണ്ട് എനിക്കൊന്നും പറ്റിയില്ല. ഞങ്ങൾ എന്തോരം പേടിച്ചെന്ന് നിനക്കറിയോ? ഈശുമോളെ, ഇപ്പൊ എങ്ങനെയുണ്ട്? ഓക്കെ അല്ലേ? ഇപ്പൊ കുഴപ്പമൊന്നുമില്ലെങ്കിൽ. യാരി, ഇങ്ങ് വന്നേ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. കൺഗ്രാജുലേഷൻ മിസ്റ്റർ സയൻ. റിതി ഈസ് പ്രഗ്നന്റ്. എന്താന്ന്? എടാ പൊട്ട,
കേട്ട നീ ഒരു അച്ഛനാവാൻ പോകുന്നതെന്ന്. ഇപ്പൊ 1 വീക്കായി. ഇനി നിങ്ങൾക്ക് പോവാം. താങ്ക് യു എൻ്റെ അങ്കിളെ. പപ്പ നിങ്ങൾ ഇവിടെയും കൊണ്ട് വീട്ടിലേക്ക് വയ്ക്കോ, എനിക്കൊരാളെ കാണാനുണ്ട്. ഈശു ഞാൻ വേഗം വരാം, വീട്ടിലേക്ക് വയ്ക്കോ. ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. ഹന്ന ആൻറ്റിയ, നിങ്ങൾക്കൊരു അറസ്റ്റ് ഉണ്ട്. എന്തിന്? ഞാൻ പറയും, എൻ്റെ ഭാര്യയെ കൊല്ലാൻ നോക്കിയതിന്. ഞാൻ വേണ്ട, എല്ലാം അറിഞ്ഞു, സന്തോഷമായി. നീയുമായി എല്ലാ ബന്ധവും ഞാൻ നിർത്തി. ഈശു താങ്ക് യു. എന്തേ നോക്കുന്നേ? ഈശു ഇത് മോളായാൽ മതി. അതെന്താ? എനിക്ക് നിന്നെപ്പോലെ സുന്ദരി മോളെയാ വേണ്ടേ. നിനപ്പം മോൾ വേണമെങ്കിൽ നമുക്ക് പിന്നെ ട്രൈ ചെയ്യാം.